ചരിത്രഗതിയിൽ കാലം നിശ്ചലമായി ലോകത്തെ നോക്കി നിൽക്കുന്ന നിമിഷങ്ങൾ ചിലപ്പോൾ ഉണ്ടാവാറുണ്ട്. കഴിഞ്ഞ 12 വർഷക്കാലത്തെ, കഴിഞ്ഞ വ്യാഴവട്ടക്കാലത്തെ ഇന്ത്യ ചരിത്രത്തിൽ അത്തരം നിമിഷങ്ങൾ പിറന്നത് കഴിഞ്ഞ ആഴ്ചയിലാണ്. നമ്മുടെ ഈ വാരാവലോകനത്തിൽ ആദ്യം നമ്മൾ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത് അത് തന്നെയാണ്. ന്യൂഡൽഹിയിലെ തെരുവീതികളിൽ നടന്ന പോരാട്ടങ്ങൾ നമ്മൾ കണ്ടു. കോക്രോച്ച് ജനതാ പാർട്ടിയും ഇടതുപക്ഷ വിദ്യാർത്ഥി സംഘടനകളായ ASFും SFIയും ICAയും ഒക്കെ അടങ്ങുന്ന സംഘടനകൾ നീറ്റ് പരീക്ഷാ ക്രമക്കേടുമായി ബന്ധപ്പെട്ട്, അതുപോലെ തന്നെ NDA നടത്തിയ മറ്റ് എല്ലാ പരീക്ഷകളിലും തുടർച്ചയായി വരുന്ന തെറ്റായ പ്രവണതകൾ, അവയിൽ വരുന്ന അപാകതകൾ, അതിനെയൊക്കെ ചൂണ്ടിക്കാണിച്ച് അതിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് വിദ്യാഭ്യാസ മന്ത്രി രാജിവെക്കണമെന്നും കുറ്റമറ്റ രീതിയിൽ ഇത്തരം പരീക്ഷകൾ നടത്തുന്ന സംവിധാനം രാജ്യത്ത് വേണമെന്നും ആഗ്രഹിച്ച വിദ്യാർത്ഥികളുടെ, യുവജനങ്ങളുടെ മുന്നേറ്റമാണ് ഡൽഹി കണ്ടത്. ആ മുന്നേറ്റത്തെ തോക്കുകൊണ്ടും ലാത്തി കൊണ്ടും ബായണറ്റ് കൊണ്ടും അടിച്ചമർത്താൻ ശ്രമിക്കുന്ന ഡൽഹി പോലീസിനെയും റാപ്പിഡ് ആക്ഷൻ ഫോഴ്സിനെയും ഒക്കെ നമ്മൾ കണ്ടു. അതിനെയൊക്കെ മറികടന്ന് നിശ്ചയദാർഢ്യമുള്ള ഇന്ത്യൻ യുവത്വം അവരുടെ ലക്ഷ്യത്തിലേക്ക് നടന്നെടുക്കുന്നത് ചരിത്രം കണ്ടു. ഇവിടുത്തെ വ്യത്യാസം, സ്വതന്ത്ര ഇന്ത്യയുടെ ചരിത്രത്തിൽ, ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമാണെന്ന് അവകാശപ്പെടുന്ന ഇന്ത്യയുടെ ചരിത്രത്തിൽ, മോഡി അധികാരത്തിൽ വന്നതിന് ശേഷം ബോധപൂർവം വിതച്ചെടുത്തത് ഭയത്തിൻ്റെ, ഭീതിയുടെ ഒരു രാഷ്ട്രീയ അന്തരീക്ഷമാണ്. എതിരു പറയാൻ ആരും മടിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കാൻ അവർക്ക് കഴിഞ്ഞു. എതിരു പറയുന്നവൻ ജയിലിലാവുകയോ അതല്ലെങ്കിൽ അപ്രത്യക്ഷമാകുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യം ഈ നാട്ടിലുണ്ടായി. അതിനെ സധൈര്യം ചേർത്ത് നിന്ന് അതിനെ നേരിട്ട് മുന്നോട്ട് ചെറുപ്പക്കാർ നീങ്ങി. സമരരംഗത്തേക്ക്, ജന്തർ മന്ദിറിലേക്ക് ആളുകൾ വരുമ്പോൾ അവരെയൊക്കെ അടിച്ചോടിക്കുമെന്നൊരു സാഹചര്യമുണ്ടായിരുന്നു. പാർലമെൻറ്റിലേക്ക് മാർച്ച് നടത്തിയപ്പോൾ നിഷ്ഠൂരമായ ലാത്തി ചാർജ്, ഒരിക്കലും ചെയ്യാത്ത രീതിയിൽ തല നോക്കി തല്ലുന്നത് കണ്ടു. എന്തിന്? പെല്ലറ്റ് ഉപയോഗിക്കുന്നത് കണ്ടു. അങ്ങനെ നിരവധിയായി പെൺകുട്ടികളെ അവരുടെ സ്വകാര്യ സ്ഥലങ്ങളിൽ പോലും അവരെ ഉപദ്രവിക്കുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകുന്നത് വന്നുവെന്ന് ഇപ്പോൾ പറയുന്നു. നിഷ്ഠൂരമായ ഒരു ഔദ്യോഗിക സംവിധാനത്തിൽ നിന്നും ഒരിക്കലും വരാൻ പാടില്ലാത്ത പൈശാചികമായ ഗുണ്ടാസംഘങ്ങൾ ചെയ്യുന്ന രീതിയിലുള്ള നേരിടലാണ് ചെയ്തത്. പക്ഷേ ഇതൊക്കെയും മുന്നേറുന്ന വിദ്യാർത്ഥികൾക്ക്, അവരുടെ ആവശ്യങ്ങൾ ന്യായമാണെന്ന ഉത്തമബോധ്യമുള്ള വിദ്യാർത്ഥികൾക്ക് തടസ്സമായി നിന്നില്ല. എല്ലാത്തിനെയും മാറ്റിമറിച്ച് ആ സമരം മുന്നോട്ട് പോയപ്പോൾ അടിയറവ് പറയാതെ മോഡിക്ക് തരമില്ല എന്നായി. പ്രധാൻ്റെ രാജി ആവശ്യപ്പെടുന്നു. ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കുന്നു. ആ രാജിവെച്ചതിന് ശേഷവും അതിലൊത്തുതീർപ്പുണ്ടാകുമ്പോൾ വിദ്യാർത്ഥികൾക്കെതിരെ, യുവജനങ്ങൾക്കെതിരെ എടുത്ത കേസുകൾ പിൻവലിക്കുമെന്ന് ഉറപ്പ് കൊടുത്തിരുന്നിട്ടും അവ പിൻവലിക്കാതെ വീണ്ടും അവരെ പീഡിപ്പിക്കാനുള്ള ശ്രമങ്ങൾ നടക്കും. ഇതൊക്കെ ഒരു സമരത്തിൻ്റെ ഭാഗമായി സംഭവിക്കാം. പക്ഷേ ഇവിടുത്തെ ഒരു പ്രത്യേകത, ഭീതിയുടെ നിഴലിൽ നിന്ന് ഒരു രാജ്യത്തെ മോചിപ്പിക്കാൻ ഇവിടുത്തെ ചെറുപ്പക്കാർക്ക് കഴിഞ്ഞു. അതാണ് പ്രധാനപ്പെട്ട കാര്യം. ഒരു സമയത്ത് മോഡിയെയും അമിത്ഷായെയും ഭയപ്പെടുന്ന ഒരു ജനത നിന്നെങ്കിൽ ഇന്ന് മോഡിയും അമിത്ഷായും ജനങ്ങളെ ഭയപ്പെടുന്ന സാഹചര്യത്തിലേക്ക് മാറിയിരിക്കുന്നു. ഒരു ജനാധിപത്യ സംവിധാനത്തിലെ സൂര്യോദയം അത് തന്നെയാണ്. ഉണർന്ന് പ്രവർത്തിക്കാൻ, ഉണർന്ന് ചിന്തിക്കാൻ, ചങ്ങലകളില്ലാതെ ചിന്തിക്കാൻ കഴിയുന്ന ആ ജനാധിപത്യത്തിൻ്റെ ഏറ്റവും സുവർണമായ കലങ്ങളിലേക്ക് ഇന്ത്യയെ തിരിച്ചു കൊണ്ടുവരാനുള്ള ശ്രമമാണ് നമ്മുടെ കുട്ടികൾ നടത്തിയത്. അതാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മോഡി ഭയപ്പെടുത്തുന്നതിന് പകരം ഭയപ്പെടുന്നവനായിരിക്കുന്നു. ഭീരുത്വമാണ് ഒരു മനുഷ്യൻ്റെ ഏറ്റവും വലിയ ശത്രുവെന്ന് നമ്മൾ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അത് പഠിച്ച മോഡിയാണ് ഇന്ത്യയിൽ എത്രയോ ഉദാഹരണങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. സ്റ്റാൻ സ്വാമി അടക്കം എത്രയോ പേർ എതിർപ്പിൻ്റെ, ഭിന്നിപ്പിൻ്റെ, വ്യതിരിക്തമായ അഭിപ്രായം പറയുന്നതിൻ്റെ സാഹചര്യങ്ങൾ വന്നാൽ അവരെയൊക്കെ ജയിലിലടയ്ക്കുകയോ ഇല്ലാത്ത കുറ്റങ്ങളുടെ പേരിൽ തടവിലാക്കുകയോ ചെയ്യുന്നത് നമ്മൾ കണ്ടു. ഇതിനെ എല്ലാം മുന്നിൽ കണ്ടിട്ടും പിന്നോട്ട് മാറാതെ നിന്ന ഒരു തലമുറയുണ്ട്. അതാണ് നമ്മുടെ ഇപ്പോഴത്തെ കുട്ടികൾ. നാളെയെപ്പറ്റി നമുക്ക് പ്രതീക്ഷകൾ വെച്ചു പുലർത്താൻ കഴിയുന്ന അതുകൊണ്ട് തന്നെയാണ്. അതുകൊണ്ട് തന്നെ പറയട്ടെ, ഈ കഴിഞ്ഞ വ്യാഴവട്ട കാലഘട്ടത്തിൽ 12 വർഷം കൊണ്ട് മോഡിയും അമിത്ഷായും ഉണ്ടാക്കിയെടുത്ത, പടുത്തുയർത്തിയ മുഴുവൻ കോട്ടകളെയും തകർത്തെറിയാൻ ഈ ചെറിയ ദിവസങ്ങൾ കൊണ്ട് നമ്മുടെ ചെറുപ്പക്കാർക്ക് കഴിഞ്ഞിരിക്കുന്നു. ഈ രാജ്യത്ത് ജനാധിപത്യം എന്നും ഇതേപോലെ മുന്നോട്ട് പോകുമെന്നുള്ളൊരു സംശയവുമില്ല. അതിലെന്തെല്ലാം കളവ് കാണിച്ചാലും,
അതിനകത്ത് വോട്ട് ചോരി വന്നാലും ഏതൊക്കെ മോഷണം നടന്നാലും എങ്ങനെയൊക്കെ നടന്നാലും അതിനെയൊക്കെ എതിർത്ത് തോൽപ്പിക്കാൻ കഴിയുന്ന ഒരു തലമുറ നമുക്ക് പിന്നാലെ വളർന്നു വരുന്നുള്ളത് എൻ്റെ തലമുറയെ സംബന്ധിച്ചിടത്തോളം അഭിമാനിക്കാൻ കഴിയുന്ന ഒന്ന് തന്നെയാണ്. ഇതാണ് ദേശീയ തലത്തിൽ നമ്മൾ കണ്ടതെങ്കിൽ, അതിനോടൊപ്പം ഇപ്പോൾ കോടതികൾ വളരെ കൃത്യമായി പറയുന്നു. കോടതിക്ക് പുറത്തുള്ള ഒരു സംഭവത്തിൽ ഉജ്ജൽ ഭുയാൻ എന്ന് പറയുന്ന സുപ്രീം കോടതി ജഡ്ജി എതിർക്കാനുള്ള അവകാശം വിദ്യാർത്ഥികൾക്കുണ്ട്, ചെറുപ്പക്കാർക്കുണ്ട് എന്ന് പറയുന്നു. ചീഫ് ജസ്റ്റിസ് തന്നെ പറയുന്നു സമരം ചെയ്യാനുള്ള അവകാശം ജനാധിപത്യത്തിൽ അന്തർലീനമായിട്ടുള്ളതാണ്. സമരം ചെയ്യാനുള്ള അവകാശം നിഷേധിക്കാൻ ഒരു ഭരണകൂടത്തിനും കഴിയില്ല. എല്ലാ സമയത്തും ഗവൺമെൻറ് അനുകൂലമായി പറഞ്ഞിരുന്ന ചീഫ് ജസ്റ്റിസ് അടക്കം ജുഡീഷ്യറി അടക്കം ഈ കാലത്തിൻ്റെ മാറ്റം മനസ്സിലാക്കുന്നു എന്നുള്ളതിലാണ്. കാലത്തിൻ്റെ ആ ചുവരുകളിൽ എഴുതി വച്ചിരിക്കുന്ന അക്ഷരങ്ങളുടെ അർത്ഥം മനസ്സിലാക്കാൻ, അവയിലെ ചുവപ്പിൻ്റെ തുടിപ്പ് മനസ്സിലാക്കാൻ കൃത്യമായി കഴിയുന്ന രീതിയിലേക്ക് കാര്യങ്ങളെ മാറ്റിയെടുക്കാൻ വിദ്യാർത്ഥികൾക്ക് കഴിഞ്ഞു. ജുഡീഷ്യറിയുടെ ചിന്തകളെപ്പോലും അവർ സ്വാധീനിച്ചു കഴിഞ്ഞിരിക്കുന്നു. അതാണ് നമ്മൾ കണ്ട വ്യത്യാസം. ഇതേ സമയം കേരളത്തിൽ നമ്മൾ വ്യത്യസ്തമായ പല കാര്യങ്ങളും കാണുന്നു. ആദ്യം ഡൽഹിയിൽ പോയ മുഖ്യമന്ത്രിയെ പറ്റി പറയാതിരിക്കാനാവില്ല. അവിടെ CJPയുടെ കുട്ടികൾ സമരം ചെയ്തപ്പോൾ ആ സമരത്തിനെ പോലീസ് നിഷ്ഠൂരമായി നേരിടുന്നത് കണ്ടപ്പോൾ അവസാന നിമിഷം അതുവരെയും ആ വേദിയിലേക്കൊന്നും വരാതിരുന്ന കോൺഗ്രസ് പെട്ടെന്ന് പ്രധാനമന്ത്രിയുടെ വസതിക്ക് മുന്നിലേക്ക് മാർച്ച് ചെയ്യുന്നു. അവിടെ സത്യാഗ്രഹമായിരിക്കുന്നു. അവിടെ നമ്മൾ പ്രതിപക്ഷ നേതാവിനെ കാണുന്നു, രാഹുൽ ഗാന്ധിയെ കാണുന്നു, പ്രിയങ്കയെ കാണുന്നു, കോൺഗ്രസിൻ്റെ നേതാക്കളെയൊക്കെ കാണും. ആ കൂട്ടത്തിൽ നമ്മുടെ മുഖ്യമന്ത്രിയുമുണ്ട്. പക്ഷേ ആ ചിത്രങ്ങൾ ശ്രദ്ധിക്കുന്നവർക്ക് കൃത്യമായി മനസ്സിലാവും, ഒരു നിമിഷം പോലും അവിടെ നടക്കുന്ന പ്രശ്നങ്ങളുടെ ഒരു ഭാവവ്യത്യാസവും അതിൻ്റെ ഒരു പ്രതിഫലനവും നമ്മുടെ മുഖ്യമന്ത്രിയുടെ മുഖത്ത് കണ്ടില്ല. രാഹുൽ ഗാന്ധിക്ക് സമീപം നിലകൊണ്ടതല്ലാതെ ആ സമരത്തിൻ്റെ ആത്മാവിനെ പങ്കിടാൻ, ആ സമരത്തിൻ്റെ സത്തയെ ഉൾക്കൊള്ളാൻ മുഖ്യമന്ത്രി തയ്യാറാവുന്നത് കണ്ടില്ല. എന്ന് മാത്രമല്ല, അതിനുശേഷം കൃത്യമായി എല്ലാവർക്കും അറിയാം, ഒരു സമയം കഴിയുമ്പോൾ പോലീസ് വരും, അറസ്റ്റ് ചെയ്യും, കേസുണ്ടാവും. ആ സമയം ഇപ്പോൾ മുഖ്യമന്ത്രി അവിടെയില്ല. കർണാടക മുഖ്യമന്ത്രി അവിടെ അതിൽ പങ്കെടുക്കുന്നത് കണ്ടു, അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുന്നത് കണ്ടു. കൃത്യസമയത്ത് കേരള മുഖ്യമന്ത്രി അവിടുന്ന് മാറി. അപ്പോൾ ഇതുപോലെയുള്ള പോരാട്ടങ്ങളുടെ വേദികളിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ ഒരു സഹപ്രവർത്തകൻ അറസ്റ്റ് വരിച്ചു പോകുന്നു നമ്മളവിടെ കണ്ടു. അപ്പോഴും മുഖ്യമന്ത്രി വാചകങ്ങളിൽ മാത്രം വിപ്ലവം പറയുന്ന മുഖ്യമന്ത്രി ആ സമരത്തിലേക്ക് നിമിഷ നേരത്തേക്കെങ്കിലും കടന്നു വന്ന കോൺഗ്രസിൻ്റെ ഏറ്റവും വലിയ നേതാക്കൾ എല്ലാവരും അതിൽ പങ്കെടുത്തിട്ടും മുഖ്യമന്ത്രി അതിൽ പകുതി മനസ്സോടെ നിൽക്കുന്നതും സമയം കിട്ടിയപ്പോൾ അവിടുന്ന് ഒഴിഞ്ഞു പോകുന്നതും കണ്ടു. ചരിത്രത്തിൽ ചില ആളുകളെ നമ്മൾ അങ്ങനെ കാണും. അവരെല്ലാ കാലത്തും രക്ഷപ്പെടലിൻ്റെ എസ്കേപ്പിസത്തിൻ്റെ ആളുകളാണ്. യഥാർത്ഥ പ്രശ്നങ്ങളെ നേരിടാൻ തയ്യാറില്ലാതെ മാറി നിന്ന് കുറ്റം പറയാനും മാറി നിന്ന് അവകാശങ്ങൾ മുഴക്കുകയും ചെയ്യുന്ന രീതിയിലേക്ക് നമ്മൾ കേരളത്തിലെ കാര്യങ്ങളിൽ അദ്ദേഹത്തിൻ്റെ നിലപാട് അങ്ങനെയാണെന്ന് കണ്ടതാണ്. അത് അങ്ങനെയാണ് നിലപാട് അദ്ദേഹം എടുത്തതെങ്കിൽ അദ്ദേഹത്തിൻ്റെ ജില്ലയിൽ നിന്ന് മറ്റൊരു നേതാവ് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞ വാചകങ്ങൾ നമുക്ക് മറക്കാതിരിക്കാൻ കഴിയില്ല. എന്താണ് അദ്ദേഹം പറഞ്ഞത്? മോഹൻദാസ് എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അദ്ദേഹം പറഞ്ഞത്, അദ്ദേഹമായിരുന്നു ഡൽഹിയിലുണ്ടായിരുന്നതെങ്കിൽ അവിടെ കർഫ്യൂ പ്രഖ്യാപിക്കുകയും വെടിവെച്ച് ഈ വിദ്യാർത്ഥികളെ കൊല്ലുകയും ചെയ്യുമായിരുന്നു എന്ന് പറയും. ചിലർ മരിച്ചു വീഴും, ചിലർ ഓടി ഒളിക്കും, അത്രയുമേ ഉള്ളൂ എന്നാണ് അദ്ദേഹം പറയുന്നത്. എത്ര ലാഘവത്തോടുകൂടിയാണ് ഒരു വിദ്യാർത്ഥി യുവജന സമരത്തെപ്പറ്റി RSSൻ്റെ ഒരു നേതാവ് പറയുന്നത്. അത് അവരുടെ സംഘടനയുടെ സമീപനമാണ്. ഇപ്പോൾ RSS ഉപേക്ഷിച്ച് പറയുന്നുണ്ട്. പക്ഷെ നമ്മൾ എല്ലാ സ്ഥലത്തും കണ്ടിട്ടുണ്ട്. ഈ ധർമ്മേന്ദ്ര പ്രധാനിൻ്റെ നാട്ടിൽ തന്നെയാണ് ഗ്രഹാം സ്റ്റെയിൻസിനെ ഇവർ ചുട്ടുകൊന്നത്. എതിര് പറയുന്ന ആളുകളെയൊക്കെയും ഒന്നുകിൽ ജയിലിലടയ്ക്കുകയോ നിഷ്ഠൂരമായി മർദ്ദിക്കുകയോ വധിക്കുകയോ ചെയ്യുന്നതിനെല്ലാം നേതൃത്വം കൊടുത്തിട്ടുള്ളത് ഈ സംഘപരിവാറിൻ്റെ ഏതെങ്കിലുമൊക്കെ ഭേദങ്ങളാണെന്ന് നമുക്കറിയാം. അതാണ് RSS എന്നും നമുക്കറിയാം. ഇവിടെ പറയുന്നത് ഞാൻ വെടിവെച്ച് കൊല്ലുമായിരുന്നു, അത് പിന്നെയും സഹിക്കാം. അതിന് പുറകെ തൻ്റെ മക്കളോ കൊച്ചുമക്കളോ ആകാൻ പ്രായമുള്ള പെൺകുട്ടികൾ അവിടെ സമരരംഗത്ത് നിൽക്കുമ്പോൾ ഒരു ലജ്ജയുമില്ലാതെ ഇദ്ദേഹം പറയുകയാണ്, ബലാത്സംഗം ചെയ്യപ്പെടാൻ ആഗ്രഹിക്കുന്ന പെണ്ണുങ്ങളാണ് സമരത്ത് വന്നിരിക്കുന്നത്. ഡൽഹിയിൽ സമരത്തിന് വന്ന പെൺകുട്ടികൾ തങ്ങളെ മർദ്ദിച്ചപ്പോൾ നിങ്ങൾക്ക് ഞങ്ങളെ അടിച്ചു കൊല്ലാൻ കഴിയും, പക്ഷേ ഈ സമരത്തിൽ നിന്ന് പിന്മാറ്റാൻ കഴിയില്ല എന്ന് പറഞ്ഞ ധീരതയുടെ പുത്രികൾ, നാളത്തെ ഭാവിയുടെ വാഗ്ദാനങ്ങൾ, ആ പെൺകുട്ടികളെ പറ്റിയിട്ടാണ് പറയുന്നത്. ബലാത്സംഗം ചെയ്യപ്പെടുന്നത് ഇഷ്ടപ്പെടുന്നവരാണ് അവർ എന്ന് മാത്രമല്ലല്ലോ പറയുന്നത്. ഇവരൊക്കെ ഷർട്ടിട്ടുകൊണ്ട് വരും, എന്നിട്ട് ബട്ടൺസ് അഴിച്ചിട്ടുകൊണ്ട് നടക്കും, പലതും കാണിക്കാനെന്നുള്ള മട്ടിൽ.
എങ്ങനെയാണ് ഒരു മനുഷ്യന്, ഇത്രയേറെ പ്രായമുള്ളൊരു മനുഷ്യൻ അങ്ങനെ പറയാൻ കഴിയുന്നത്? എന്താണ് RSS കൊടുക്കുന്ന പരിശീലനം? മനുഷ്യനെ മനുഷ്യനായി കാണാൻ ഇവർ പഠിപ്പിക്കുന്നില്ലേ? എത്ര അധാർമികമായി, ഇത്ര വൃത്തികെട്ട രീതിയിൽ കാര്യങ്ങളെ കാണാൻ കഴിയുന്ന ആളുകൾ പൊതുരംഗത്ത് നിൽക്കുന്നതാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയാത്തത്. അങ്ങനെയുള്ള ആളുകളും നമ്മുടെ നാട്ടിലുണ്ട്. ആ അഭിപ്രായം വന്നത് നമ്മുടെ കേരളത്തിൽ നിന്നാണെന്നുള്ളത് നമ്മളെയൊക്കെ ലജ്ജിപ്പിക്കേണ്ടതാണ്. അന്തർദേശീയ രംഗത്ത് മാറ്റമില്ലാതെ തുടരുന്നത് ഇറാൻ-US ബന്ധങ്ങൾ തന്നെയാണ്. യുദ്ധവും സമാധാനവും ടോൾസ്റ്റോയുടെ ബുക്ക് പോലെ തന്നെയാണ്. അതിങ്ങനെ ഓരോ ദിവസവും മാറി മാറി വരുന്നത് നമ്മൾ കാണുന്നുണ്ട്. അമേരിക്ക പോലെയുള്ള ഒരു രാജ്യത്തിൻ്റെ തലവൻ ഇതുപോലെയുള്ള നിലപാടുകൾ സ്വീകരിക്കുന്നത് മുമ്പൊരിക്കലും ഉണ്ടായിട്ടില്ല. ഒരു ദിവസം യുദ്ധം, പിന്നെ സമാധാനം. ഞാൻ ഇന്ന് ഇറാനെ ഭസ്മമാക്കി കഴിയും എന്ന് പറയുന്ന ഒരു പ്രസിഡന്റിനെ കാണും. 2-3-4 ദിവസം ആക്രമിച്ച് കഴിഞ്ഞ് വീണ്ടും ചർച്ചയ്ക്ക് പോകുന്നത് കാണും. ഇങ്ങനത്തെ നിലപാടെടുക്കുന്ന ആളുകളെ താങ്ങാൻ ഈ ലോകം വിധിക്കപ്പെട്ടു എന്നുള്ള ഗതികേടിലാണ് നമ്മൾ നിൽക്കുന്നത്. എല്ലാ കാലത്തും പശ്ചിമേഷ്യയിൽ പ്രശ്നങ്ങളുണ്ടാക്കി ഈ മേഖലയാകെ പ്രശ്നമായി നിലനിൽക്കേണ്ടത് ഒരു ആവശ്യകത എന്നുള്ള മട്ടിൽ അമേരിക്ക അവരുടെ തീരുമാനങ്ങൾ എടുക്കുന്നത് കാണുന്നു. അതൊരു ഭാഗത്ത്. മറുഭാഗത്ത് യൂറോപ്പ് ഒരിക്കലും കണ്ടിട്ടില്ലാത്ത തീവ്രമായ ഉഷ്ണതരംഗത്തിന് സാക്ഷ്യം വഹിക്കുന്നു. പ്രത്യേകിച്ചും ഫ്രാൻസും സ്പെയിനും കാട്ടുതീ ദൈനംദിനം സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. ഇതുപോലെയുള്ള സ്ഥിതിവിശേഷം യൂറോപ്പിൽ മുമ്പൊരിക്കലും ഉണ്ടായിട്ടില്ല. എങ്ങനെ സംഭവിക്കുന്നു എന്നുള്ളതിനെപ്പറ്റി ഗൗരവതരമായി മനുഷ്യരാശി ആലോചിക്കേണ്ടതാണ്. പ്രകൃതിക്കുണ്ടാവുന്ന മാറ്റം, കാലാവസ്ഥാ വ്യതിയാനം, ഇവയൊക്കെ മനുഷ്യൻ്റെ തന്നെ സൃഷ്ടിയാണ്. സൂക്ഷ്മതയില്ലാതെ, ശ്രദ്ധയില്ലാതെ, ഭാവിയെപ്പറ്റി ചിന്തയില്ലാതെ ഈ പ്രകൃതിയെയാകെ ചൂഷണം ചെയ്യാനുള്ള മനുഷ്യൻ്റെ ത്വരയാണ് ഈ പ്രകൃതിയെ തന്നെ നാശത്തിലേക്ക് നയിക്കുന്നത് എന്ന് ഏത് കാലത്താവും നമ്മൾ മനസ്സിലാക്കുന്നത്.